Focus. Presented by Happy Land Presents. Powered by Sattva Ayurveda. Co-powered by Musk Potion. Co-presents CARC Interiors. This program is brought to you by Dum Stories Kannur. പരിശ്രമങ്ങളൊക്കെ വളരെ നല്ലത് തന്നെയാണ്. അത് പക്ഷേ എല്ലാം തീർന്നിട്ട് ജീവിക്കാമെന്ന് കരുതുന്നത് മൗഢ്യമാണ്. നമ്മളുടെ ആഗ്രഹങ്ങളുടെ സാക്ഷാത്കാരത്തിനായി പരിശ്രമിക്കുമ്പോഴും കയ്യിലുള്ളത് വെച്ച് സന്തോഷിച്ച് ജീവിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. എങ്കിലേ നമുക്ക് ലക്ഷ്യത്തിലേക്ക് അടുത്തെത്താൻ സാധിക്കുകയുള്ളൂ. ഫോക്കസിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. സത്വ ആയുർവേദ ആയുരാരോഗ്യ സെഗ്മെന്റിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ അഞ്ജു ശ്രീകണ്ഠൻ. അബുദാബി ഇലക്ട്രാ സ്ട്രീറ്റിലുള്ള സത്വ ആയുർവേദയെ കുറിച്ചിട്ടുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു എപ്പിസോഡിലേക്കാണ് ഇന്ന് പ്രേക്ഷകരെ ഞാൻ ക്ഷണിക്കുന്നത്. ഇന്നത്തെ സെഗ്മെന്റിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് സത്വ ആയുർവേദയിലെ ഡോക്ടർ അൻസിജയാണ്. നമസ്കാരം ഡോക്ടർ, വെൽക്കം. നമസ്കാരം. ഡോക്ടറോട് എനിക്ക് ചോദിക്കാനുള്ളത് പോസ്റ്റ്നേറ്റൽ കെയറിനെ കുറിച്ചാണ്. ഇപ്പോൾ ഒരു ട്രെൻഡിങ് ആയിട്ട് ആളുകൾ എടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ആളുകൾ കൂടുതൽ അതിൻ്റെ ഒരു പ്രാധാന്യത്തെ മനസ്സിലാക്കിയെന്നും പറയാം. അപ്പോൾ എത്രത്തോളം ആളുകൾ അത് മനസ്സിലാക്കിയിട്ട് വരുന്നുണ്ട്, അല്ലെങ്കിൽ ഈ ട്രീറ്റ്മെൻറ്റുകൾ എടുത്തില്ലെങ്കിൽ എന്തൊക്കെയാണ് അതുകൊണ്ടുണ്ടാകുന്ന ദോഷങ്ങളെന്നെ കുറിച്ച് കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു ഡീറ്റെയിൽസ് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പറയാമോ? ഓക്കെ. ആക്ച്വലി പോസ്റ്റ്നേറ്റൽ കെയറിൽ എസ്പെഷ്യലി മദറിന്, ബേബിക്ക് നമ്മൾ സപ്പോർട്ടീവായിട്ട് കെയർ കൊടുക്കുന്നുണ്ടെങ്കിലും മദറിൻ്റെ കെയർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പറയുവാണെങ്കിൽ നമ്മൾ ഡ്യൂറിങ് ലേബർ പ്രോസസ്സ്, അതായത് ഡെലിവറിയുടെ ടൈമിൽ അത് നോർമൽ ലേബർ ആണെങ്കിലും സിസേറിയൻ ലേബർ ആണെങ്കിലും അത്രയും സിനാരിയയിലൂടെയാണ് അത് പോകുന്നത്. ഡ്യൂറിങ് ദ ലേബർ പ്രോസസ്സ് നല്ലപോലെ ഫിസിക്കൽ എക്സോഷൻ ഉണ്ട്, അതുപോലെ ബ്ലഡ് ലോസ് വരുന്നുണ്ട്, ഫ്ലൂയിഡ് ലോസ് വരുന്നുണ്ട്. അതുപോലെ അത്രയും കാര്യങ്ങൾ കൊണ്ട് ആക്ച്വലി മദറിൻ്റെ മീൻസ് ഫിസിക്കൽ എനർജി ഈസ് ഡ്രെയിനിങ് ആക്ച്വലി. അതേപോലെ തന്നെ ജസ്റ്റ് ആഫ്റ്റർ ലേബർ ആണെങ്കിലും ബ്രസ്റ്റ് ഫീഡിങ്ങിന് അത്രയും എനർജി ലെവൽ വേണം, കാരണം അത്രയും ഫ്ലൂയിഡ് ലെവൽ എടുക്കണം, അത്രയും നറിഷ്മെൻറ്റ് പോകണം, കാരണം ബേബിക്കുള്ള കംപ്ലീറ്റ് നറിഷ്മെൻറ്റ് പോകുന്നത് ബ്രസ്റ്റ് ഫീഡ് വഴിയാണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ ഈ ഫിസിക്കൽ റിക്കവറി, അതായത് ഓൾറെഡി നമ്മൾ ഡെലിവറി കഴിഞ്ഞതിൻ്റെ ഒരു യൂട്രൈൻ റിക്കവറി വേണം, പിന്നെ അതുപോലെ തന്നെ ഈ എന്തെങ്കിലും പെയിൻ, എയ്ഡ്സ്, ബാക്ക് പെയിൻ, അപ്പർ ബാക്ക് പെയിൻ എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഒരു റിക്കവറി വേണം. ആൻഡ് മോർ ദാൻ ദാറ്റ് ഇപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ. ആക്ച്വലി ഈ ലേബർ കഴിയുമ്പോൾ, ഡെലിവറി കഴിയുമ്പോൾ ഹോർമോൺസിന് സഡൻ ഒരു ഡ്രോപ്പാണ് വരുന്നത്. അത് ആക്ച്വലി കൂടുതലായിട്ട് മൂഡ് എലിവേഷൻസും അതുപോലെ ഡിപ്രഷൻസും ഉണ്ടാക്കും. അപ്പം അതെല്ലാം പരിഗണിച്ചുകൊണ്ട് ഒരു പോസ്റ്റ്നേറ്റൽ കെയർ ആണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞല്ലോ ഈ ഒരു ഡിപ്രഷൻ ആ ഒരു സ്റ്റേജിലേക്ക് പോകുന്നു, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എന്തൊക്കെയാണ്? പോസ്റ്റ്നേറ്റീവ് കെയറിന് അതിൻ്റേതായ ഒരു ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. നോർമലി നമ്മൾ അത് തന്നെ എനിക്ക് തോന്നി ഇപ്പോൾ പല സ്ഥലത്തും പല രീതിയിലാണ് ട്രീറ്റ്മെൻറ്റുകൾ എടുക്കുന്നതല്ലേ. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ എന്തൊക്കെയാണ്? വ്യത്യസ്ത ട്രീറ്റ്മെൻറ്റുകളിൽ ഡിഫറെൻ്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ എല്ലാവർക്കും കോമൺ ആയിട്ട് ഒരു ട്രീറ്റ്മെൻറ്റ് ആണോ? എല്ലാവർക്കും കോമൺ അല്ല. ആക്ച്വലി പോസ്റ്റ്നേറ്റൽ ട്രീറ്റ്മെൻറ്റിനും ഫസ്റ്റ് നമ്മളൊരു ഡീറ്റെയിൽഡ് കൺസൾട്ടേഷൻ വെക്കുന്നുണ്ട്. അപ്പം ഈവൻ ഈ ഒരു പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ തന്നെ ഓരോ പേഷ്യൻറ്റിനും ഡിഫറെൻ്റ് അപ്രോച്ചാണ് നമുക്ക് എടുക്കേണ്ടത്, കാരണം അവരുടെ ഒരു കണ്ടീഷൻ നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അപ്പം അതെന്താണോ റൂട്ട് കോസ്, ഫസ്റ്റ് ഓഫ് ഓൾ അവരെ കൗൺസിൽ ചെയ്യണം. അപ്പം ഒരുവിധം എല്ലാ മദേഴ്സും അവർക്കൊരു മീൻസ് ഡെലിവറി വരെ എല്ലാവർക്കും അറിയാം, ഡെലിവറി കഴിഞ്ഞിട്ട് കുറേ സ്ലീപ്ലെസ് നൈറ്റ് ഉണ്ട്, ഫീഡിങ് എവറി 2 hours കൊടുക്കണം, ഇതെല്ലാം പെട്ടെന്ന് മെൻ്റലി അഡാപ്റ്റ് ചെയ്യാൻ കുറേ സമയം എടുക്കും. എല്ലാവരും ഡെലിവറി വരെയുള്ള അവയർനെസ് കൊടുക്കും. അപ്പം അത് കഴിഞ്ഞിട്ടുള്ള സിറ്റുവേഷൻസ് വളരെ വളരെ കുറച്ചുള്ള അവയർനെസ് ആയി കിട്ടുന്നുള്ളൂ. പോസ്റ്റ്നേറ്റൽ കെയർ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് പറഞ്ഞു തന്ന സത്വ ആയുർവേദ അൻസിജ ഡോക്ടറിന് ഒത്തിരി നന്ദി. ശരിയാണല്ലേ ഡോക്ടർ, ഈ ഒരു ഇമ്പോർട്ടൻസ് ഇപ്പോൾ ഒത്തിരി ആളുകൾ മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പം സത്വയിൽ കാര്യങ്ങൾ പറഞ്ഞല്ലോ എന്തൊക്കെയാണ് ഇവിടുത്തെ സ്പെഷ്യാലിറ്റീസ് എന്നുള്ളത്. അപ്പോൾ എന്തായാലും സത്വയിലേക്ക് വിസിറ്റ് ചെയ്യുക. ഇന്നത്തെ ഈ ഒരു സെഗ്മെൻറ്റ് എല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടമായി എന്ന് തന്നെ കരുതുന്നു. അപ്പോൾ നമ്മളോടൊപ്പം ഇത്രയും നേരം സംസാരിച്ച ഡോക്ടറിന് ഒരു വലിയ താങ്ക്സ്. താങ്ക് യു സോ മച്ച് ഡോക്ടർ. സത്വ ആയുർവേദ ആയുരാരോഗ്യത്തിലെ ഇന്നത്തെ ഈ ഒരു സെഗ്മെന്റ് എല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടമായി എന്ന് തന്നെ കരുതുന്നു. മറ്റൊരു സെഗ്മെന്റ് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ഗുഡ് ബൈ. നമസ്കാരം, എല്ലാ മാന്യ പ്രേക്ഷകർക്കും അടുത്തറിയാമിൻ്റെ പുതിയൊരു സെഗ്മെൻറ്റിലേക്ക് സ്വാഗതം. ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഇൻറ്റീരിയർ പാക്കേജ് കൊടുത്ത് ഏറ്റവും കൂടുതൽ നമ്മുടെ ക്ലയൻസിനെയൊക്കെ തന്നെ സാറ്റിസ്ഫൈ ചെയ്ത് കുറച്ചൊക്കെ ഒരു സോഷ്യൽ മീഡിയയിൽ കുറച്ചൊന്ന് ബൂസ്റ്റ് ചെയ്ത് നിൽക്കുന്ന നമ്മുടെ CARC ഇൻറ്റീരിയേഴ്സിനാണ് ഇന്ന് നമ്മൾ ഒഫീഷ്യലി പരിചയപ്പെടാൻ പോകുന്നത്. സോ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകാം, നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും.
ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഇന്റീരിയർ രംഗത്ത് തന്നെ പുതിയൊരു വിപ്ലവം അല്ലെങ്കിൽ പുതിയൊരു മാറ്റം സൃഷ്ടിച്ച രണ്ട് യുവ സംരംഭകരെയാണ്. ആൻഡ് CRK ഇന്റീരിയേഴ്സിന്റെ ഓണേഴ്സ് ആയിട്ടുള്ള ദീപക് മോഹൻ സാറിനെയും അതുപോലെ തന്നെ അജ്മൽ ഷാൻ സാറിനെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. സോ വെൽക്കം സർ. അപ്പോൾ CRK ഇന്റീരിയേഴ്സ് എങ്ങനെയാണ് ഫോം ആയത്? ഈ ഒരു ഇനീഷ്യൽ തോട്ട് രണ്ടുപേരും കൂടെ ചേർന്നിട്ടാണ് ഈ ഒരു ജേർണി 2 വർഷത്തിന് മുന്നേ തുടങ്ങുന്നത് അല്ലേ? അപ്പം തീർച്ചയായിട്ടും ഇതിനൊരു ഇനീഷ്യൽ തോട്ട് ആരാണ്, അല്ലെങ്കിൽ ഈ ഒരു ഡിസ്കഷനൊക്കെ എങ്ങനെയായിരുന്നു, ആ ഒരു ജേർണി എന്തായിരുന്നു? നമസ്കാരം. ഞങ്ങൾ പണ്ട് മുതലേ സുഹൃത്തുക്കളായിരുന്നു. ഒരൊറ്റ സ്ഥാപനത്തിൽ തന്നെയാണ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു പുതിയതായിട്ടൊരു സ്ഥാപനം തുടങ്ങണം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ആലോചിച്ചപ്പോഴാണ് നമ്മളിങ്ങനെ ഒരു ഇതിലോട്ട് എത്തിയത്. അപ്പോൾ ഞങ്ങൾക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു സൊസൈറ്റിയിൽ നിന്ന് എന്തെങ്കിലും വിട്ടു നിൽക്കുന്ന, അതുപോലെ തന്നെ ജനങ്ങൾക്ക് ഉപകാരപ്പെട്ട എന്തെങ്കിലും ഒരു ബിസിനസ്സിലോട്ട് തന്നെ മൂവ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളൊരു സാമ്രാജ്യമാണ് CRK ഇന്റീരിയേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. നമ്മളിത് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഒരുപാട് റിസർച്ച് കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അതായത് നമുക്കിപ്പോൾ ക്ലയൻസിന് വേണ്ടിയിട്ട് നമുക്കിപ്പോൾ ഏറ്റവും പ്രീമിയം ക്വാളിറ്റിയിൽ എമൗണ്ട് കുറച്ചിട്ട് അല്ലെങ്കിൽ കോസ്റ്റ് കുറച്ചിട്ട് എങ്ങനെ ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ ആണ് നമ്മൾ ആദ്യമായിട്ട് തന്നെ നമ്മളൊരു ഹുക്കായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. ഒരുപാട് ഡിസ്കസ് ചെയ്തു. അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ റിസർച്ച് ചെയ്ത ശേഷം നമ്മൾ നല്ല അടിപൊളി ആയിട്ടുള്ളൊരു പാക്കേജിനെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു പാക്കേജ് ക്ലയൻസ് ഏറ്റെടുത്തു. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളാണ് നമ്മുടെ ഈ CRK ഇന്റീരിയേഴ്സിൽ ഈ ഒരു രീതിയിലോട്ട് എത്തിച്ചിട്ടുള്ളത്. സോ പാക്കേജിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മളുടെ സോഷ്യൽ മീഡിയയിലൊക്കെ അത്യാവശ്യം വൈറലായിട്ടുള്ള ഒരു കാര്യം തന്നെയായിരുന്നു നമ്മളുടെ പാക്കേജ്, CRK ഇന്റീരിയേഴ്സിൻ്റെ ഒരു പാക്കേജ് എന്ന് പറയുന്നത്. അതായത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു പാക്കേജ് തന്നെ 5 ലക്ഷം രൂപയിൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. പക്ഷെ അതിൽ തന്നെ ഭയങ്കര പ്രീമിയം ആയിട്ടുള്ള ഇൻറ്റീരിയർ വർക്ക്സ് ഒക്കെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. സോ അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ്, ആ ഒരു പാക്കേജിൻ്റെ ഡീറ്റെയിൽസ് രണ്ടുപേരും ഒന്ന് ഷെയർ ചെയ്യാമോ? നമ്മൾ ഈ ഒരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയ മുതൽ തന്നെ നമുക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു മിനിമം ബഡ്ജറ്റിൽ ക്ലയൻസിനെ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ളൊരു പ്രീമിയം ഇൻറ്റീരിയർ നമുക്ക് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഒരു പാക്കേജ് സെറ്റ് ചെയ്തു. അപ്പോൾ പാക്കേജിൽ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറഞ്ഞാൽ നമുക്ക് ബഡ്ജറ്റ് അധികമാവാനും പാടില്ല, എന്നാൽ ക്വാളിറ്റിയിൽ യാതൊരുവിധ കോംപ്രമൈസും ചെയ്യാൻ പാടില്ല എന്നായിരുന്നു. 7.5 ലക്ഷം രൂപയ്ക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന പാക്കേജ് വെറും 5 ലക്ഷം രൂപയ്ക്ക് നമുക്കിപ്പോൾ നിലവിൽ ഇന്ന് കേരളത്തിൽ മൊത്തം ചെയ്തു കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. സോ അപ്പോൾ ഈ ഒരു 5 ലാക്സിൻ്റെ പാക്കേജിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്? അതുപോലെ തന്നെ നമ്മളിപ്പോൾ റെസിഡൻഷ്യൽ പ്രോപ്പർട്ടീസിലാണല്ലോ ചെയ്യുന്നത്. സോ അപ്പോൾ എത്ര BHK തൊട്ടാണ് ഈ ഒരു പാക്കേജ് അപ്ലൈ ചെയ്യാൻ പറ്റുക? 2 BHK ഹോമാണ് നമ്മൾ മെയിനായിട്ട് അതിൽ ഫോക്കസ് ചെയ്യുന്നത്. അതിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത് ലിവിങ് ഏരിയയിൽ നമുക്ക് സോഫ സെറ്റ് കൊടുക്കാം, 5 സീറ്റർ സോഫ സെറ്റ് കൊടുക്കാം. അതുപോലെ തന്നെ നല്ല അടിപൊളി TV യൂണിറ്റ് നമുക്ക് അതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഡൈനിങ് ഏരിയയിലോട്ട് വരുന്ന സമയത്ത് 6 സീറ്റർ ഡൈനിങ് ടേബിളും ചെയറും നമുക്ക് അതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. വാഷ് ബേസിൻ കൗണ്ടറും കൊടുക്കാം, മിററും കൊടുക്കാം. പിന്നെ 2 ബെഡ്റൂംസിലോട്ടുള്ള ഫുൾ സെറ്റായിട്ട് കൊടുക്കുക. അതായത് ബെഡ് കോട്ട്, സൈഡ് ടേബിള്, വാർഡ്രോബ്, ഡ്രസ്സിങ് ഏരിയ, അതിൻ്റെ മിറർ, പിന്നെ അടിപൊളി മോഡുലാർ കിച്ചണും നമുക്ക് ഈ പാക്കേജിൽ ഇൻക്ലൂഡഡ് ആണ്. സോ അപ്പോൾ തീർച്ചയായിട്ടും ഇൻറ്റീരിയർ വർക്ക് എന്ന് പറയുമ്പോഴത്തേനും എല്ലാവരുടെയും ഒരു കൺസേൺ ആണ്, ഇത്രയും കുറഞ്ഞ ബഡ്ജറ്റിൽ വരുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി എങ്ങനെയായിരിക്കും, അതുപോലെ തന്നെ എത്ര നാളത് ലാസ്റ്റ് ചെയ്യും, ഇങ്ങനെ എല്ലാവരുടെയും കൺസേൺ ആണ്. അപ്പം ഇതിനെപ്പറ്റി നമ്മുടെ ഈ ഒരു പാക്കേജിൽ നമ്മളുടെ ക്വാളിറ്റി അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്കൊരു അഷ്വറൻസ് കൊടുക്കാൻ പറ്റുന്നത്? പിന്നെ ഈ ബഡ്ജറ്റിൻ്റെ കൺസേണിലോട്ട് വരുമ്പോൾ ഉള്ള ഒരു പ്രധാന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബഡ്ജറ്റ് കുറയുമ്പോൾ ക്വാളിറ്റി കുറയും എന്നുള്ളൊരു പൊതുവായിട്ടുള്ളൊരു ധാരണ എല്ലാവർക്കും ഉണ്ടായിരിക്കും. പക്ഷേ ഇവിടെ നമ്മൾ ഒരിക്കലും ക്വാളിറ്റിയിൽ യാതൊരുവിധ കോംപ്രമൈസും ചെയ്യുന്നില്ല. ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റിയിൽ തന്നെ നമുക്ക് കൊടുക്കാൻ സാധിക്കുന്ന ബഡ്ജറ്റിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റിയിൽ തന്നെയാണ് നമ്മൾ ഇന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ CRK ഇന്റീരിയേഴ്സിനെ ക്ലയൻസിനെല്ലാം 10 വർഷത്തെ വാറണ്ടി കൂടി നമ്മൾ ഈ പാക്കേജിനോടൊപ്പം തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സോ അപ്പം ഒരു ക്ലയൻറ്റ് നിങ്ങളെ അപ്രോച്ച് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ആ ഒരു ക്ലയൻറ്റിനെ സാറ്റിസ്ഫൈ ചെയ്യുക, അല്ലെങ്കിൽ ഏറ്റവും പ്രൊഫഷണലായിട്ട് ഹാൻഡിൽ ചെയ്യുന്നത് രണ്ടുപേരും? കേരളത്തിൻ്റെ ഏത് ജില്ലയിലുള്ള ഒരാൾ നമ്മളെ കണക്ട് ചെയ്താലും ആദ്യമായിട്ട് നമ്മൾ അവരോട് സംസാരിച്ച് അവരുടെ ഡീറ്റെയിൽസ് എല്ലാം കളക്ട് ചെയ്യും. അതിനുശേഷം അവരുടെ സൈറ്റിൽ നമ്മൾ നേരിട്ട് പോയി അവിടുത്തെ കാര്യങ്ങളെല്ലാം കണ്ട് മനസ്സിലാക്കും. അതിനുശേഷമാണ് അവർക്ക് വേണ്ട കൊട്ടേഷൻസും കാര്യങ്ങളെല്ലാം കൊടുത്ത് ക്ലയൻറ്റിന് വേണ്ട ഫർണിച്ചർ ലേഔട്ട് വരച്ച് കൊടുക്കും, 3D ഡിസൈൻസ് ചെയ്ത് കൊടുക്കും, 2D എലിവേഷൻസ്, അതുപോലെ തന്നെ പ്രൊഡക്ഷൻ ഡ്രോയിങ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് ഫാക്ടറിയിൽ നിന്ന് കംപ്ലീറ്റ് സൈറ്റിലോട്ട് വേണ്ട എല്ലാ കട്ടിങ്ങും പ്രസ്സിങ്ങും എല്ലാം നമ്മൾ ഫാക്ടറിയിൽ നിന്നായിരിക്കും ചെയ്യുക. അത് ചെയ്തതിന് ശേഷമാണ് നമ്മൾ പിന്നീട് സൈറ്റിൽ കൊണ്ടുപോയിട്ട് ജസ്റ്റ് ഇൻസ്റ്റലേഷൻ മാത്രമാണ് അവിടെ സൈറ്റിൽ നടക്കുന്നത്. അപ്പോൾ അത്രയും സ്റ്റേജസ്, അത്രയും പ്രൊഫഷണൽ ആയിട്ടാണ് നമ്മളൊരു ക്ലയൻറ്റിനെ അപ്രോച്ച് ചെയ്യുന്നത്. അപ്പോൾ എത്രത്തോളം പ്രൊജക്ട്സ് ആണ് ഈ ഒരു 2 years ഓഫ് ജേർണിയിൽ ഫ്രം ദ വെരി ബിഗിനിങ് നോക്കുവാണെങ്കിൽ എത്രത്തോളം പ്രൊജക്ട്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട്? അതുപോലെ തന്നെ എന്തോരം അച്ചീവ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഈ ഒരു 2 yearsൽ നിങ്ങളെ തേടി എത്തിയിട്ടുണ്ട്?
നമുക്കിപ്പോൾ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ ഏകദേശം 100-ൽ അധികം പ്രൊജക്ട്സാണ് നമുക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ അച്ചീവ്മെൻറ്റ്സിൻ്റെ കാര്യത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2025-ലും 2026-ലും ബെസ്റ്റ് എമർജിങ് ഇൻറ്റീരിയർ ഡിസൈനർ ഓഫ് ദ ഇയർ അവാർഡ് നമുക്ക് തന്നെയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇത് നമ്മുടെ നല്ലൊരു അച്ചീവ്മെൻറ്റ് തന്നെയാണ്. പിന്നെ അതിലുപരി പറയാനുള്ളത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു 100 ക്ലയൻസും അത്രയും ഹാപ്പി ആയിട്ടാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ സർവീസിലാണെന്നുണ്ടെങ്കിലും എല്ലാത്തിലും നല്ല സാറ്റിസ്ഫൈഡ് ആണ്. ഇതാണ് നമ്മുടെ അവാർഡിലേക്കാളും നമുക്ക് പറയാനുള്ളൊരു അച്ചീവ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ CRK ഇൻറ്റീരിയേഴ്സിൻ്റെ വരവ് എന്തായാലും കേരളത്തിൽ നല്ല ഗംഭീരമായിട്ട് തന്നെയായിരുന്നു. അതുപോലെ തന്നെ ഇനിയും ഫ്യൂച്ചറിൽ ഇന്ത്യയിൽ ഫുള്ള് ആ ഒരു വരവ് ഏറ്റെടുക്കട്ടെ എന്ന് നമ്മൾ ആശംസിക്കുകയാണ്. ആൻഡ് എല്ലാവിധ ആശംസകളും ഇനി ഒരുപാട് പ്രൊജക്ട്സിന് വരട്ടെ, ഒരുപാട് ഉയരത്തിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. ആൻഡ് വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച് നമ്മളുടെ കൂടെ ഇത്രയും ടൈം സ്പെൻഡ് ചെയ്തതിന്. CRK ഇൻറ്റീരിയേഴ്സിൻ്റെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞല്ലോ. സോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. ഇനി മറ്റൊരു സെഗ്മെൻറ്റിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ദിസ് ഇസ് ബൈ ഫ്രം ദേവിക. ഹാപ്പി ലാൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് തിരുവനന്തപുരം. Grand Hyper Kuwait, where shopping meets satisfaction. പെരിയാർ റൈസ്, പാരമ്പര്യത്തിന്റെ തനതായ രുചി, ആരോഗ്യത്തിന്റെ മികവാർന്ന ചേരുവകൾ, മലയാളിയുടെ മറ്റ് വിശിഷ്ട പ്രാതൽ വിഭവങ്ങളും. പെരിയാർ റൈസ്. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്തെ വെമ്പായത്തിനടുത്തുള്ള ഹാപ്പി ലാൻഡ് അമ്യൂസ്മെൻറ്റ് പാർക്കിലാണ്. നമുക്ക് കുട്ടികളും ഫാമിലിയും ഫ്രണ്ട്സും എല്ലാവരുമായി സന്തോഷമായി ഹാപ്പിയായി ഉല്ലസിച്ച് നിൽക്കാൻ പറ്റുന്ന ഒരു സ്ഥലം. ഇഷ്ടംപോലെ ലാൻഡ് റൈഡ്സുമുണ്ട്, വാട്ടർ റൈഡ്സുമുണ്ട്. ഇവിടെ വന്നവരുടെയൊക്കെ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാൻ വരും. ഹായ്, നിങ്ങൾ എവിടെന്നാ വരുന്നത്? പാപ്പനംകോട്. പാപ്പനംകോട്. ഒരു ഫാമിലി ആണോ? ഒന്ന് പരിചയപ്പെടുത്താമോ എല്ലാരും? പേരെന്താ? ബേബി. ബേബി. രജനി. രജനി. അജിൽ കുമാർ. അജിൽ കുമാർ. ഹലോ, പിണക്കം. പേര് പറയൂല, കുറച്ച് കഴിഞ്ഞ് പിടിച്ചോളാം. ഇവിടെ ഒരാൾ വിളിച്ച് നിൽക്കുകയാണ്. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വേടാ. പേര് പറ. റയാൻ. ഞാൻ സിസ്റ്റർ ബ്രിജിത മേരി കൊണ്ടറയാണല്ലേ? മേരി. മേരി. ഓക്കെ, നിങ്ങളൊരു ഫാമിലി ആണല്ലേ? എങ്ങനെയാ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് റിലേറ്റീവ്സ് ആണോ? അത് അമ്മ, അമ്മയുടെ അനിയത്തി. ഓക്കെ, അമ്മയുടെ ചേച്ചി. വലിയമ്മ. ഓ ശരി ശരി ശരി. എന്ത് ചെയ്യുന്നു? ഇത് പിടിച്ചോളൂ. എന്ത് ചെയ്യുന്നു? ഇവിടെ പുറത്ത് വെൽഡിംഗ് വർക്ക്. ഓക്കെ ഓക്കെ. ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ടോ? ഇല്ല. ഓക്കെ. ഇവിടെ ഹാപ്പി ലാൻഡിൽ ഫസ്റ്റ് ടൈം ആണോ വരുന്നത്? ഫസ്റ്റ് ടൈം ആണല്ലേ? ഓക്കെ. എന്താ ഇപ്പോൾ വരാനൊരു തോന്നലുണ്ടായത്? ആരെങ്കിലും പറഞ്ഞിട്ടാണോ അതോ എങ്ങനെയാണ്? എവിടെ? കൊച്ചിനെ കാണാനില്ല. ഇവിടെ വേടാ കൊച്ചേ. ഓക്കെ. അപ്പോൾ എങ്ങനെയുണ്ട് ഇവിടുത്തെ മൊത്തം ആംബിയൻസ് ഒക്കെ? ഇഷ്ടപ്പെട്ടോ? വന്നതേ ഉള്ളൂ. ഇവർ വന്നതേ ഉള്ളൂ. വന്നപ്പോഴേക്കും നമ്മൾ ചാടി പിടിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇവർ ഫസ്റ്റ് ടൈം കൂടിയാണ് ഹാപ്പി ലാൻഡിൽ. അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഇവർ വന്നിട്ടുള്ളത്. ഇനി ഇവിടെ ലാൻഡ് റൈഡ്സും വാട്ടർ ഗെയിംസും എല്ലാം ഉണ്ട്, അറിയാമല്ലോ അല്ലേ? ഓക്കെ. അപ്പോൾ അതിലെല്ലാം പോകാൻ റെഡി ആയിട്ടല്ലേ വന്നിരിക്കുന്നത്? ഓക്കെ. ഒരു ചെറിയൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? കുസൃതി ചോദ്യമാണ്. ഓക്കെ ഓക്കെ. നമ്മൾ കാഴ്ചയുള്ളവരും കാഴ്ചയില്ലാത്തവരും ഒരുപോലെ കാണുന്നത് എന്താ? സിസ്റ്റർ പറയൂ. ചോദ്യമാണോ? ഉള്ളവരും കാഴ്ചയില്ലാത്തവരും ഒരുപോലെ കാണുന്നത് കുസൃതി ആണെങ്കിൽ പോലും അതിലൊരു ചെറിയൊരു അർത്ഥമുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇത്ര പെട്ടെന്ന് തോറ്റു. കാഴ്ചയുള്ളവർക്കും കാഴ്ചയില്ലാത്തവരും കാണുന്നത് ഉള്ളിൽ ആവാം. കുറച്ച് കൈൻഡ് ഓഫ് അതിലോട്ടൊക്കെ അടുത്ത് കുറച്ചും കൂടെ ഒന്ന് ആലോചിച്ചപ്പോൾ കിട്ടും. ഉൾക്കാഴ്ച കുറച്ചുകൂടെ കൊണ്ട് പോട്ടെ. എടാ നീ പറയട്ടെ ഉത്തരം. കാഴ്ചയുള്ളവർക്കും കാഴ്ചയില്ലാത്തവർക്കും കാണാൻ പറ്റുന്നത് അല്ലെങ്കിൽ കാണുന്നത്
എല്ലാവരും കാണുന്നത് തോറ്റു. ഇവിടെ ഒരു ആന്റി ആദ്യമേ തോറ്റതാ. ഈ ആന്റി ആദ്യമേ തോറ്റതാണ്. അത് പക്ഷെ കണക്കിലെടുക്കൂല നമ്മള്. പറയുമ്പോ തീർച്ചയായിട്ടും അറിയാൻ പറ്റും. ഹൃദയത്തിൽ തൊട്ടറിയും. ഹൃദയത്തിൽ, മനസ്സിൽ നമ്മൾ എന്ത് കാണുന്നു, ഹൃദയത്തിൽ തൊട്ടറിയും നമ്മൾ എന്ത് കാണുന്നു. നമുക്ക് എല്ലാവർക്കും ഒരു, അതാണ് പറയണത്, നമുക്ക് എല്ലാവർക്കും ഒരു ലക്ഷ്യമുണ്ടാവും അല്ലേ? അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിൽ കൂടുതൽ ക്ലൂ ഞാൻ കൊടുക്കൂല. അതാ, ലക്ഷ്യം വെച്ച് നടന്നു പോകണം. സ്വപ്നം കാണുന്നു. അതാണ്, എല്ലാവരും സ്വപ്നം കാണുന്നില്ലേ? അതാണ് ഉത്തരം. ഞാൻ തന്നെ ചോദ്യം, ഞാൻ തന്നെ ഉത്തരം. എവിടെ പോകുന്നു രണ്ടും കൂടെ? ആയിക്കോട്ടെ, വാ. ഓക്കെ, അപ്പൊ എന്തായാലും നിങ്ങൾ അകത്ത് പോയി എൻജോയ് ചെയ്യൂ, അടിച്ചു പൊളിക്കൂ. നിന്നെ ഞാൻ പിടിച്ചോളാം, കേട്ടല്ലോ? ഓക്കെ, താങ്ക് യു, ബൈ. ഹാപ്പി ലാൻഡിൻ്റെ ഇന്നത്തെ ഹാപ്പി എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഞാൻ സുകന്യ ജയറാം. അടുത്ത ഹാപ്പി വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ. ഗ്രാൻഡ് ഡൈപ്പറിനെ പറ്റിയിട്ട് ശരിക്കും പറഞ്ഞാൽ ഞാനല്ല അതിന് അർഹതപ്പെട്ട ആൾക്കാർ. ഏകദേശം നമ്മളെ കൂടെ കുവൈത്തിൽ മാത്രം ഒരു 3500 സ്റ്റാഫുണ്ട്. അതുകൂടാതെ പിന്നെ മറ്റുള്ള GCCയിലടക്കം 7000 സ്റ്റാഫിൽ കൂടുതലുണ്ട് മൊത്തം. അവരൊക്കെയാണ് ശരിക്കും അർഹത. ഞാൻ അതിൻ്റെ കൂടെ കൂടാനുള്ള ഒരു ഭാഗ്യം കിട്ടിയ ഒരാളാണ്. അങ്ങനെ ഒരു വലിയൊരു ടീമിൻ്റെ കൂടെ അല്ലെങ്കിൽ ഒരു ഫ്രെയിമിൽ എനിക്കൊരു സ്ഥലം കിട്ടിയെന്നേ ഞാൻ പറയുള്ളൂ. പിന്നെ അതുകൂടാതെ നല്ല പാർട്ട്നേഴ്സ്, നമ്മളെ ഡോക്ടർ അൻവർ അമീൻ, ഷംസുക്ക, അബൂബക്കർ, പിന്നെ അഹമ്മദ് ക, ഇവരൊക്കെ എന്താ സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യത്തിലധികം ഫ്രീഡവും ട്രസ്റ്റും തന്നുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഗ്രാൻഡ് ഡൈപ്പർ കുവൈത്തിൽ വളരാനുള്ള കാരണം. കുവൈത്തിൽ ഈ വളർച്ചയ്ക്കൊപ്പം നമ്മൾ ശ്രദ്ധിച്ച 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ കസ്റ്റമറോട് നോ എന്ന് പറയാതിരിക്കുക. രണ്ടാമത്തത്, നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിൽ എത്തിക്സ് പിന്നെ ബിൽഡ് ചെയ്യാം. അതിൻ്റെ ഭാഗമായിട്ട് ഗ്രാൻഡ് ഡൈപ്പർ കുവൈത്ത് ഒരു ബ്രാഞ്ചിലും സിഗരറ്റോ അല്ലെങ്കിൽ ടൊബാക്കോ പ്രൊഡക്ട്സോ വിൽക്കുന്നില്ല. അത് നമ്മളൊരു പിന്നെ എത്തിക്സിൻ്റെ ഭാഗമാണ്. അത് 2011 എടുത്ത തീരുമാനമാണ്. ആ തീരുമാനത്തിന് ശേഷം നമുക്ക് ഇതുവരെ നഷ്ടമൊന്നും ഉണ്ടായിട്ടില്ല, നമുക്ക് മനസ്സമാധാനം ഉണ്ടായിട്ടുള്ളൂ. അപ്പം നമ്മൾ പല സംഗതിനെക്കുറിച്ച് ആലോചിക്കുന്നേരം, നമ്മൾ ഒരു നേതൃസ്ഥാനത്ത് ഉണ്ടാകുന്ന നേരം അവിടെയാണ് നമുക്ക് അധികാരമുള്ളിടത്താണ് നമ്മൾ എന്താക്കേണ്ടത്, എത്തിക്സ് ബിൽഡ് ചെയ്യേണ്ടത്. എന്നാൽ മാത്രമേ നമ്മൾ പറയുന്നതിൽ നമ്മൾ വിശ്വസിക്കുന്നതിന് അർത്ഥമുള്ളൂ. അപ്പോൾ എന്തോ ഒരു നല്ല പിന്നെ കസ്റ്റമർ ഉള്ളതുകൊണ്ടും നല്ലൊരു രാജ്യമായതുകൊണ്ടും അതേപോലെ നല്ല സ്റ്റാഫിനെയും കിട്ടിയോണ്ട് കുവൈത്തിൽ ഗ്രാൻഡ് ഹൈപ്പർ ഒരു നല്ലൊരു വളർച്ച കൈവരിച്ചിട്ടുണ്ട്. ഏകദേശം നമ്മൾ ആവറേജ് 1 ലക്ഷത്തോളം കസ്റ്റമർക്ക് ദിവസം സെർവ് ചെയ്യുന്നുണ്ട്. ആ 1 ലക്ഷം കസ്റ്റമറാണ് ശരിക്കും നമ്മളെ സ്ട്രെങ്ത്ത്. അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ളൊരു ഗ്രൂപ്പിൻ്റെ കൂടെ നമുക്ക് ഒരു പാർട്ടാകാനൊരു പടച്ചോൻ അവസരം തന്നു. അതിന് പടച്ചോനോട് നന്ദി, ഈ രാജ്യത്തോട് നന്ദി, ഈ രാജ്യത്തിലെ ജനങ്ങളോട് നന്ദി, അതുപോലെ നമ്മളെ മാതൃരാജ്യമായ ഇന്ത്യ, കേരളം, എല്ലാത്തിനോടും നന്ദി. അത് മാത്രമേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഈ നമ്മൾ ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത 2 മഹാവിപത്തുകൾക്ക് നമ്മൾ വിറ്റ്നസ് ആയിരുന്നു. ഒന്ന് കൊറോണ, രണ്ടാമത് ഈ മിഡിൽ ഈസ്റ്റിലെ അരക്ഷിതാവസ്ഥ. ലോകത്തിന് മുഴുവൻ ബാധിച്ചിട്ടുണ്ട്. ലോകത്തിന് മുഴുവൻ എന്താ വെച്ചാൽ സ്പന്ദനം നിലക്കുന്ന രീതിയിലപ്പോൾ ആ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്ന സമയത്ത് നമുക്ക് സത്യത്തിൽ ഈ ഗവൺമെൻറ്, കുവൈത്തിലെ ഗവൺമെൻറ് പ്രത്യേകിച്ച് പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട മിനിസ്ട്രികൾ, പിന്നെ ഇവിടുത്തെ രാജഭരണാധികാരികൾ ഇവരൊക്കെ വളരെയധികം ഈ കച്ചവടത്തിൽ പിന്നെ സ്കേഴ്സിറ്റി അനുഭവപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് വളരെയധികം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ സമയത്ത് പോലും നമുക്കൊരു 2 മാസത്തെ സ്റ്റോക്കിൻ്റെ അവൈലബിലിറ്റി ഉണ്ട്. പ്രൈസ് കൺട്രോൾ ചെയ്യുന്നതിൽ ഗവൺമെൻറ് ഇടപെട്ടിന് ഒരു രീതിയിലും പ്രൈസ് കൂട്ടാൻ പാടില്ല. എല്ലാവിധ നല്ല പിന്നെ സപ്പോർട്ടും തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടുത്തെ കുവൈത്തിലെ ഭരണാധികാരികളെയും അവിടുത്തെ ജനങ്ങളെയും ഈ നാട്ടിലെ മിനിസ്ട്രികളെ എല്ലാവരെയും നന്ദിപൂർവ്വം ഓർക്കുന്നു. അതുകൂടാതെ നമ്മൾ പിന്നെ കേരളത്തിൽ പുതിയ ഗവൺമെൻറ് വന്നതാണ്. എല്ലാവിധ ആശംസകളും VD സതീശിൻ്റെ നേതൃത്വത്തിൽ ആശംസിക്കും. താങ്ക് യു. ഹാപ്പി ലാൻഡ് അമ്യൂസ്മെന്റ് പാർക്ക്, തിരുവനന്തപുരം.
Grand Hyper Kuwait, where shopping meets satisfaction. പെരിയാർ റൈസ്, പാരമ്പര്യത്തിന്റെ തനതായ രുചി, ആരോഗ്യത്തിന്റെ മികവാർന്ന ചേരുവകൾ, മലയാളിയുടെ മറ്റ് വിശിഷ്ട പ്രാതൽ വിഭവങ്ങളും. പെരിയാർ റൈസ്. ഫ്രഷ് പാലസ് കഞ്ഞികളുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഇപ്പം നമ്മളുള്ളത് ബനിയാസിലാണ്. ഇത് ബനിയാസിലെ ഫ്രഷ് പാലസ് റെസ്റ്റോറന്റിന്റെ 5ാമത്തെ ഔട്ട്ലെറ്റ് ആണ്. അപ്പം ഇവിടുത്തെ വിശേഷങ്ങൾ നമുക്ക് അവരോട് ചോദിച്ചറിയാം. വരും. അപ്പം ഞാൻ ഇവിടെ ഉള്ളത് 5ാമത്തെ ഔട്ട്ലെറ്റ് ആണ്. ഇവിടെ എത്തിയപ്പം വെറൈറ്റി ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ അവിടെ കാണാത്തത് ഇപ്പം ഇവിടെയുണ്ട്. അപ്പം ഇതിനെ പറ്റിയിട്ട് ആധികാരികമായിട്ട് സംസാരിക്കാനുള്ള ആൾക്കാർ ഇവിടെയുണ്ട്. അവരോട് തന്നെ ചോദിച്ചറിയാം. ഇത് എന്തൊക്കെയാ ഐറ്റംസ്? ഇതിപ്പം നമ്മളിപ്പം ഈ ഭക്ഷണത്തിന്റെ ഒരു ശരിക്കും അതൊരു ഗവേഷണം. നമ്മളിത് ഈ ഭക്ഷണത്തിൽ ഒരു വിപ്ലവം സൃഷ്ടിക്കലാണ് നമ്മളെ മെയിൻ ഒരു ഉദ്ദേശം. നമ്മൾ കസ്റ്റമറായിട്ടുള്ള കമ്മിറ്റ്മെന്റ് ആണ്. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, എന്താ മാറ്റങ്ങളാണ് വരുത്തേണ്ടത്, എന്ത് വെറൈറ്റികളാണ് ഇറക്കണം എന്നുള്ളൊരു ചെറിയൊരു രീതിയാണിത്. അതിലിപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് വെച്ചാൽ ഷാപ്പിലെ കൂട്ട് പോത്തുംകാല് എന്ന് പറഞ്ഞ കോംബോ ആണ്. ഷാപ്പിലെ കൂട്ട് പോത്തുംകാല് അല്ലെങ്കിൽ വാരിയൽ റിബ്സ് എന്ന് പറഞ്ഞ ഒരു കോംബോ വരും. അതില് കാന്താരിക്കപ്പം ഉണ്ടാവാം, ബീഫിന്റെ വരട്ടുണ്ടാവാം, അതുപോലെ പൊറോട്ട, കൊത്തു പൊറോട്ട, ബീഫ് ഫ്രൈ, ഉത്തപ്പം, അതിന്റെ കൂടെ നല്ല അടിപൊളി വയനാട് സ്റ്റൈൽ ഉണ്ടാക്കിയ റിബ്സിന്റെ വാരിയൽ കറിയാണ് അതിന്റെ കൂടെ കോംബോ ആയിട്ട് വരുന്നുള്ളത്. കോംബോ വയനാട് റിബ്സ് കറി, പോത്തിന്റെ പോത്ത് കറി. അപ്പം ഇത് കസ്റ്റമർ ചോയ്സ് ആണ് അല്ലേ? നമുക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് എങ്ങനെ വേണമെങ്കിലും. ഇത് ഷാപ്പിലെ കൂട്ട് എന്ന് പറഞ്ഞ കോംബോ ആണ്. ഇത് നമ്മളിപ്പോ ചെയ്യുന്നത് ഷാപ്പിലെ കൂട്ട് റിബ്സ് വാരിയലിന്റെ കറി. അത് വേണ്ടെങ്കിൽ നമുക്ക് വയനാട്ടിൻ പോത്തുംകാലിന്റെ അടിപൊളി കറി കൊടുക്കാം. അതും വേണ്ടെങ്കിൽ കസ്റ്റമർക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന വേറൊരു ഓപ്ഷനാണ് ഫിഷ് ഓംലെറ്റ്. ഓക്കെ, അത് കസ്റ്റമർ. ഇപ്പൊ എന്റെ പ്ലേറ്റ് നിറയെ കുറെ സാധനങ്ങളുണ്ട്. അപ്പൊ ഇതെന്താണ്? ഇതിലെല്ലാം മിക്സ് ഐറ്റംസ് ആണ്. താറാവ്, ലിവർ, ബോട്ടി, മാന്, മുയല്, ഒട്ടകം, പിന്നെ ഫിഷിന്റെ ഐറ്റംസ്, ചിക്കന്റെ ഐറ്റംസ്. ഫിഷില് ചെമ്മീൻ റോസ്റ്റ്, കൂന്തല്, ഞണ്ട് റോസ്റ്റ്, പിന്നെ ബ്രെഡ് ഐറ്റംസ്, എല്ലാ ഐറ്റംസ് ആയിട്ടുള്ള ചിക്കന്, ഫിഷ്, ബീഫ് എല്ലാ ഐറ്റംസും ഉണ്ട്. സ്പെഷ്യലായിട്ട് പോത്തുംകാലുണ്ട്, ലിവർ, ബോട്ടി, മാന്, കാട്ടുപോത്ത്, മുയല്, എല്ലാ ഐറ്റംസ് ആഡ് ചെയ്തിട്ടുള്ള ഐറ്റംസ് ആണ് ഇത്. നിലവിൽ ഇത് തക്കാരക്കൂട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്നത് പേര് മാത്രമുള്ള പരിപാടിയാണ്. കാട്ടിലെക്കൂട്ട്. മാനുണ്ട്, മുയലുണ്ട്, താറാവുണ്ട്, ഒട്ടകുണ്ട്, കാട്ടുപോത്തുണ്ട്, ലിവർ ഉണ്ട്, ബോട്ടുണ്ട്, കല്ലുമ്മക്കായുണ്ട്, കൂന്തലുണ്ട്, പിന്നെ കടൽക്കൂട്ട്. അപ്പം ഒരു പ്ലേറ്റ് നിറയെ ഇനി ഇതിൻ്റെ അകത്ത് വെക്കാൻ സ്ഥലമില്ല, ഇനി ആഡ് ചെയ്യാൻ സ്ഥലമില്ല. അത്രയും ഐറ്റംസ് നമ്മൾ ഇത് പ്ലേറ്റ് നിറയുണ്ട്. അപ്പൊ പിന്നെ അതെന്താണ് നമ്മളെ പഴങ്കഞ്ഞി അല്ലേ? പഴഞ്ചോറ്. ആ, പഴഞ്ചോറ് അടിപൊളിയാണ്. അത് നല്ല അടിപൊളി പഴഞ്ചോറാണ്. കപ്പ, തൈര്, മീൻ മുളകിട്ടത്, ചമ്മന്തി, പിന്നെന്താ ഉള്ളത്, പപ്പടുണ്ട്, നല്ല കാന്താരിയുണ്ട്, ചെറിയ ഉള്ളി, ഉഫ് അടിപൊളി ചമ്മന്തി. ഈ പ്ലേറ്റ് നിറയെ സാധനമുണ്ട്. അത് കൂടാണ്ട് ഇതിൻ്റെ ഒരു കോംബോ ആയിട്ട് വരുന്നതാണ് ഫിഷ് തവ. അടിപൊളി കോംബോ. അപ്പം ഈ റെസ്റ്റോറന്റിൽ നിങ്ങൾ റെഗുലർ ആയിട്ട് വരാറുണ്ടോ? റെഗുലറാണ്. ഇവിടുത്തെ കംപ്ലീറ്റ് മെനു കംപ്ലീറ്റ് ചെയ്ത് വരുന്ന ഒരാൾ ഞാനായിരിക്കും. കംപ്ലീറ്റ്. എന്നാൽ ഇവിടെ ഇഷ്ടപ്പെട്ട ഒരു ഫേവറേറ്റ് ഐറ്റം ഏതാ? ഫേവറേറ്റ് സ്വർഗത്തിലെ ചോറ്, പിന്നെ ഉമ്മച്ചി ചോറ്, ഇതൊക്കെയാണ് ഇവിടുത്തെ മെയിൻ ഐറ്റം. പിന്നെ കഞ്ഞികൾ എല്ലാം ഒന്നിനൊന്നിനും വെച്ചാണ്. പിന്നെ ഇവരുടെ ഒരു എന്താ പറയാ ഒരു കൂട്ടുണ്ട് മൊത്തം മിക്സ് ആയിട്ടുള്ള, അവിടെ കാണുന്നുണ്ട്. അത് ഷാപ്പിലെ കൂട്ട്, രക്ഷയില്ല. പിന്നെ
സപ്പ, മെയിൻ റൈസ്, അതായത് റൈസ് ഐറ്റംസ് അവര് പറഞ്ഞായിരുന്നു. കഞ്ഞി ഐറ്റംസ് ഡിഫറെന്റ്, നമ്മൾ അറിയാത്ത പല പല പേരിലും, പക്ഷെ ഡിഫറെന്റ് ടേസ്റ്റും ആണ്. അത് കംപ്ലീറ്റ് ഇവിടുത്തെ എല്ലാ മെനു ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. വൈഫ് കംപ്ലീറ്റ് ചെയ്തോണ്ടിരിക്കുന്നു. അതെ, ഫാമിലി ആയിട്ട് വന്നോണ്ടിരിക്കുന്നു. ഓക്കെ, ഇവിടെ ഉണ്ടായിരുന്നു, നാട്ടിലായിരുന്നു, വന്നാണ്. അപ്പൊ അവരെയും കൂടെ അവരെയും കൂടെ എങ്ങനെയുണ്ട്? ഇഷ്ടമായോ? അടിപൊളിയാണല്ലേ? അപ്പൊ എന്തെങ്കിലുമൊക്കെ ഒന്ന് വീട്ടിലൊക്കെ ട്രൈ ചെയ്ത് കൊടുക്കും. ഇങ്ങോട്ടേക്കോ? അത് ശരിയാണ്, ഇതിന്റെ ഇത് ഫ്രഷ് പാലസ് റെസ്റ്റോറന്റ് ഈ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു സെഗ്മെന്റുമായി കാണുന്നവരേക്കും ധന്യ സൈനിങ് ഓഫ്. ഫോക്കസിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കേണ്ടത് focus123@gmail.com എന്നതിലേക്കാണ്. ഞാൻ സുകന്യ ജയറാം. എല്ലാവർക്കും നേരുന്നു നല്ല ആശംസകൾ. ഫോക്കസ് പ്രസന്റഡ് ബൈ Happyland presents, powered by Sattva Ayurveda, co-powered by Musk Portion, co-presents CRK Interiors. This program is brought to you by Dum Stories, Kannur.